പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്ത രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ റോജൻ എന്നും പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. റോജനെയൊക്കെ പ്രസംഗിച്ച റോജന് വീട് നല്ല വീടൊക്കെയാണ്, പക്ഷെ സ്ഥലം കുറവാണ് അവിടെ. അവിടെ എന്നും ഒരു തിക്കുമുട്ടലോ ഉണ്ട് വീട്ടിൽ വരുമ്പോൾ അവർക്ക് അപ്പോൾ ഒരു പുതിയ വീട് വെച്ചപ്പോൾ വീടിൻ്റെ സ്ഥലം ഒതുങ്ങി. അപ്പോൾ വീടിൻ്റെ വെയിലിലെ പുറത്ത് ഒരു വഴിയുണ്ട്, ഉപയോഗിക്കാത്ത വഴിയാണ്. അപ്പം അതിൽ നിന്ന് അത് ഒരു സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവർക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടാകും. പക്ഷേ ചോദിച്ചാൽ തരുമോ എന്നറിയത്തില്ല. ചില ആൾക്കാർ നമ്മൾ ആവശ്യം പറഞ്ഞു തന്നാൽ പിന്നെ അവർ ലോകത്തില്ലാത്ത വിലയൊക്കെ പറയത്തില്ലേ, എന്ന് ഞങ്ങളത് കൊടുക്കാൻ ഉദ്ദേശിക്കണില്ലെന്ന് പറയും. 12 കൊല്ലം നമ്മളെ നടത്തും. അവർക്കൊരാവശ്യം ഉണ്ടാകത്തില്ല ചിലപ്പോൾ. ഒരു വാരപ്പെട്ട നാട്ടിൽ നടപ്പുള്ള വിലയാണെങ്കിൽ കൊടുത്ത് കാശ് മേടിക്കണമല്ല. പക്ഷേ ഇവരങ്ങനെ അവർക്ക് കാശ് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്കത് തരാതിരിക്കണം, എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങളുണ്ടാവില്ല. അപ്പോൾ ഈ ഏടാകൂടങ്ങൾ കുറേ ഉള്ളത് കാരണം ഏറ്റവും വലിയ ഏടാകൂടം അതൊന്നുമല്ല. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലൊരാൾ മരിച്ച്, ആ കുടുംബം മരിച്ചു. അപ്പം അത് 3 മാസം ആയുള്ളൂ. 3 മാസമായി. അപ്പോൾ ഇവർക്ക് റോജനയൊക്കെ ചോദിക്കാൻ ഒരു റിലക്റ്റൻസി, ഇങ്ങനെയുള്ള കണ്ടീഷൻ ചോദിക്കണോ. ഇപ്പം നമ്മൾ ചോദിച്ചില്ല, അവർ വേറെ ആർക്കെങ്കിലും സ്ഥലം വിറ്റുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ചോദിക്കണ്ടേ? അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് അവസാനം ഇവർ 3 അമ്മയും ഭാര്യയും റോജനും സെപ്പറേറ്റ് ഉടമ്പടിയിലാണ്. ഒരു കുടുംബത്തിൽ തന്നെ 3 ഉടമ്പടിയാണ്. അപ്പോൾ അവർ അവസാനം പരിശുദ്ധാത്മാവ് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച് ചോദിക്കണത് വിഷമമുണ്ട്, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെ വിഷമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ വീട് വെച്ചപ്പോൾ ഒതുങ്ങിപ്പോയ സ്ഥലത്തകത്ത് പെരുമാറാൻ സ്ഥലമില്ല, ഞങ്ങൾക്കൊരു സെൻറ്റ് സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇവരോടത്ത് എന്തെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞ് തരാമെന്നവരൊക്കെ പറയുമെന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ആൾക്കാർ, ആ വീട്ടുകാർ. പറഞ്ഞ് അതെന്താ, കുറച്ച് പണിയുണ്ടത്, വീട്ടുകാരൻ്റെ പുരയിടത്തു നിന്ന് പേരിൽ നിന്ന് എൻ്റെ പേരിലോട്ട് മാറ്റണം, എൻ്റെയും പിള്ളേരുടെയും പേരിലോട്ട് മാറ്റണം. മാറ്റിയാൽ തരുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വില നിശ്ചയിച്ച്. പക്ഷെ അത് 1 മാസത്തിനുള്ളിൽ ആ സംഭവമില്ലെന്ന് പറഞ്ഞു. റോജൻ്റെ ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സംഭവം, നമ്മൾ ഈ അപേക്ഷയൊക്കെ പൂരിപ്പിക്കത്തില്ലേ? അപ്പോൾ നമ്മൾ ബാങ്കിൽ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം, വേറെ എന്തൊക്കെയല്ല ഇൻ്റർവ്യൂവിൻ്റെ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം. താഴെ ഒരു സെക്ഷൻ ഉണ്ടായി, ഫോർ ഓഫീസ് യൂസ് ഒള്ളി, അല്ലേ? ഫോർ ഓഫീസ് യൂസ് ഒള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫീസിൻ്റെ കൺകറൻസ്, അത് ആ അപേക്ഷ വെരിഫൈ ചെയ്ത് അതിനെ റെക്കമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമാർക്ക് എഴുതി മാറ്റുകയോ ചെയ്തിട്ട് ഓഫീസ് സീൽ വെക്കേണ്ട സ്ഥലമാണ്. ഫയലിലേക്ക് പോകണമെങ്കിൽ ഓഫീസ് ഒപ്പും വേണം, മാനേജറുടെ ഒപ്പും വേണം, ഓഫീസിൻ്റെ സീലും വേണം. അതിനു വേണ്ട ചില അണ്ണന്മാർ അതൊന്നും അറിയാതെ അവിടെ കയറി എഴുതും. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ചിലത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്, അവിടെ ഓഫീസ് യൂസ് ഉള്ളിയാണ്, ദൈവം തന്നെ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല, നമ്മൾ ചെയ്താൽ അത് ക്യാൻസലാകും മിക്കവാറും. ഈ അറിയാൻ പാടില്ലാത്തവർ കയറി ഓഫീസിൻ്റെ പേപ്പറെ കയറി കുറേ പേരൊക്കെ എഴുതി, നമ്മൾ സ്വന്തം കാര്യമൊക്കെ എഴുതി വെക്കണില്ലേ, അതുപോലെ വരും.
അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ദൈവം തന്നെ ചെയ്യേണ്ടത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ കൊണ്ട് അത് ചെയ്യിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യാൻ, ഇപ്പോൾ ബൈബിൾ പറയത്തില്ലേ, ഇവൻ ഇത് ചെയ്തു കൊടുക്കാൻ ഇവൻ അർഹനാണ്. ആ വചനം എടുത്തേ, ലൂക്ക 7:4. അവർ യേശുവിന്റെ അടുത്ത് വന്ന്, അത് യഹൂദ പ്രമാണികളാണ് കേട്ടോ. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണ് അപേക്ഷിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അതാണ് വിഷയം, അവൻ അർഹനാണ്. അപ്പം നമ്മൾ ഈ 4 ഓഫീസേഴ്സ് ഉള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അത് ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്തോളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് ദൈവം അത് ചെയ്തു തരാൻ, ആ ഓഫീസിലെ വർക്ക് കൺകറൻസ് ചെയ്തു തരാൻ, സീൽ ചെയ്തു തരാൻ, സൈൻ ചെയ്തു തരാൻ നമ്മൾ തന്നെ ദൈവദൃശ്യനെ അർഹരാക്കേണ്ടതുണ്ട്. അതൊക്കെ ഞാൻ ആശുപത്രിയിലെങ്ങും കൊടുക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയിൽ ചെല്ലുമ്പോഴൊക്കെ ആ ബെഡിലൊക്കെ പത്രം കാണും. തൊഴിലുറപ്പ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തന്നെ എത്ര പെണ്ണുങ്ങളുണ്ടോ. ഒരു പ്രാവശ്യം ഞാൻ 4 കെട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് മുഴുത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് പോകുമ്പം ഞാൻ 5 കെട്ട് മേടിച്ചുകൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അതേപോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാനൊരു 5:30 ആകുമ്പോൾ എണീക്കും. ഒരു 6:25 വരെ അല്ലെങ്കിൽ 6:30 വരെ പ്രാർത്ഥിക്കും. പിന്നിപ്പം ഞാൻ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കും. ഒരു 1-1:15 വരെ പ്രാർത്ഥിക്കും. വൈകിട്ട് വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കും. മറ്റുള്ളവരോട് ഞാൻ ഇതേപോലെ ആരെൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും, എന്താവശ്യങ്ങൾ, രോഗമല്ല, എന്താവശ്യങ്ങൾ പറഞ്ഞാലും ഞാൻ കൃപാസനത്തിൽ വരാനാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അത്രയേറെ കൃപാസനത്തെ വിശ്വാസമാണ്. മറ്റുള്ളവരും അതുപോലെ തന്നെ വിശ്വസിക്കുകയും ഇവിടെ വരികയും ഒക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇന്ന് വന്നപ്പോഴും ഞാൻ 3 പേരെയും കൊണ്ടാണ് വന്നത്. അപ്പം ദൈവം വീണ്ടും എനിക്കിതുപോലുള്ള അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് റൂബി പോൾ. ഞാൻ വെണ്ണലയിൽ നിന്ന് വരുന്നു. അഭയമാതാ ദേവാലയമാണ് എൻ്റെ ഇടവക. ഞാനിപ്പം 16ാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കുന്നത്. 6 കൊല്ലം കഴിഞ്ഞ് 17-ലാണ് ആദ്യം എടുത്തതെങ്കിലും ഞാൻ വലിയ കാര്യം വെക്കാതെ വരുമായിരുന്നു ഇവിടെ. പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കേട്ട് പോകും. പുതുക്കാനോ അന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞാൻ വന്നപ്പോൾ പറഞ്ഞത്, കുഞ്ഞിലെ തുടങ്ങി പയസ്സിൽ പഠിച്ചുകൊണ്ട് സിസ്റ്റർമാർ വളർത്തിയതുകൊണ്ട് ആ ഒരു ചൈതന്യത്തിൽ വളർന്നതുകൊണ്ടും ഞാൻ ഈ കൂടുതൽ സഹായങ്ങളൊക്കെ ചെയ്യണത് അപ്പിച്ചിനെ കണ്ടുകൊണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുത്ത് എല്ലാം പാലിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മയോട് പറഞ്ഞത്, അമ്മയുടെ കൈപിടിച്ച് ഈശോയോട് കൂടുതൽ ചേർന്ന് നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പുതുക്കാനൊന്നും ഞാൻ അത്ര കാര്യം നോക്കിയില്ല, കാരണം ഞാൻ വന്നു പോകുന്നുണ്ട്. പക്ഷേ ഞാൻ വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞു വീട്ടിലാണ് എന്നെ കൗൺസിലിങ് ചെയ്തത്. അപ്പോൾ ആ ചേച്ചി ഞാൻ വന്നിരുന്നപ്പോൾ തുടങ്ങി ഇങ്ങനെ തല താത്തി പോകണ്ട. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് മുഖമൊക്കെ കഴിയിട്ട്, എന്താ ഇങ്ങനെ, എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചേച്ചി, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെയാണ് എപ്പോഴും, അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നല്ലോണം പ്രാർത്ഥിച്ചോ, നിന്നിൽ ഭയങ്കര ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് നെഗറ്റീവായിട്ട് തോന്നണം, അതാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തുടങ്ങി വന്ന് പ്രാർത്ഥനയും കുമ്പസാരവും ഉണ്ടെങ്കിലും അത് മാസത്തിലൊക്കെ ആയിട്ട് ഒരു ഓടിച്ചുള്ള ഒരു കുമ്പസാരമൊക്കെ ആയിരുന്നു. പക്ഷേ 17 എൻ്റെ മോള് കാനഡക്ക് പോയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. 18 തുടങ്ങി കൊച്ചിനോട് ചെന്നപ്പോൾ ഭയങ്കര ബ്ലീഡിങ്, തൈറോയിഡ് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ സീരിയസ് ആയത്. അപ്പം ഞാൻ ഓട്ടക്കാരി പോലെയാണോ, അതേ മർത്തയാണ് ഞാൻ. പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരാളെന്നെ അവിടെ അസുഖം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, പള്ളിയിലാണെങ്കിൽ പറയും, ഇങ്ങനെ ഓടി നടക്കണ ഒരു ഇതായിരുന്നു. ഒരു സ്ഥലത്ത് സ്ഥിരതയില്ല. ഇപ്പോൾ പെരുമ്പടപ്പിൽ പോയി അവിടെ നിന്ന് ഇവിടെ വരും, അഭയമാതാവ് അങ്ങനെ ഓട്ടോ വരുന്നു. അപ്പം ഞാൻ സ്വസ്ഥതയായിട്ട് ഇരിക്കണില്ല. 18 ഞാനിവിടെ വന്ന് ഇവിടുത്തെ പിള്ളേരോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് അമ്മനോട് പറഞ്ഞല്ല ശരിയാവുമല്ലോ. അങ്ങനെ അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ കുറേ കാര്യങ്ങൾ നടത്തി. അതിലൊന്ന് എൻ്റെ മോൻ്റെ വിവാഹം അമ്മ തരുമെന്ന് പറഞ്ഞ്, ഇനി നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അച്ഛൻ പറഞ്ഞ ആ സെക്കൻഡ് 3.5 മണിക്കൂറിൽ പെട്ടെന്ന് ജോലി കിട്ടിയ കൊച്ചിൻ്റെ അമ്മയാണ് ഞാൻ. അപ്പം അങ്ങനെ ഒത്തിരി അനുഗ്രഹം തന്നപ്പോഴാണ് കണ്ടിന്യൂ ആയിട്ട് പുതുക്കാനായിട്ടും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം നടത്താനൊക്കെ ശ്രമിച്ചു തുടങ്ങിയത്. അവിടെ നിന്ന് മോൾക്ക് എപ്പോഴും പറയും, മമ്മി എന്താ ഒന്നും ഓക്കെ ആകാത്തത്, എന്ത് ദൈവമാണ് നമ്മുടെ കൂടെ നടക്കണം, താൻ എന്തൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈശോനെ ഉള്ളറിയണം, നമ്മളുടെ ഉള്ളറിയണം ഈശോയാണ്. എന്തെങ്കിലും കുറവുണ്ടാവും മോനെ, അത് ഇങ്ങനെ നമ്മളെ നീതീകരിച്ചുകൊണ്ട് ഈശോ വിശുദ്ധീകരിക്കണേണ്. അപ്പോൾ അത്
ഏറ്റവും പൊന്നായിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ തനിക്ക് ഇതൊക്കെ പറയാം. പക്ഷേ അപ്പം ഞാൻ ഈശോനോട് പറയും, അമ്മേനോടും പറയും, അമ്മേ അടയാളങ്ങൾ തേടുന്ന തലമുറയാണ്, അവർക്ക് അവരുടെ അടയാളം കാണാം, അവർക്ക് ഇപ്പോൾ സാമ്പത്തികമാണ് ബുദ്ധിമുട്ട്, അപ്പോൾ അതെന്തെങ്കിലും ചെയ്തു അമ്മയെന്ന് പറയുമായിരുന്നു. പക്ഷേ അതിലിങ്ങനെ പോയി 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 തട്ടിയും മുട്ടിയും പോണ പോലെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ മോൾക്ക് കാനഡയിൽ 3.5 വർഷത്തോളം ഗവൺമെൻറ് ജോബായിരുന്നെങ്കിലും ഞാൻ സിൽവർ ഗ്രേയിൽ വന്നപ്പം അത് പുതുക്കണതിന് മുമ്പ് ഞാൻ ഇവിടെ എല്ലാം ഓക്കെ ദൈവമേ എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ വന്നത് വൈറ്റ് തീർന്നെന്ന് എൻ്റെ അനിയൻ ഉറക്കത്തിൽ മരിക്കണേണ്. അത് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ ഇവിടുത്തെ എഡ്വേർഡ് ബ്രദറിനോട് പറഞ്ഞ് അമ്മയുടെ പ്രിയപ്പെട്ട മോനാണ് അവന് സങ്കടം കൊണ്ട് അമ്മ കൊണ്ടുപോയിക്കണേ, അമ്മയുടെ മടിയിലുണ്ടെന്ന്. അപ്പോൾ സന്തോഷം, ഒരാൾ നമുക്ക് വേണ്ടി അവിടെ ഉണ്ടല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയത്തിനെ കൊണ്ടൊന്ന് ഉടമ്പടി എടുപ്പിച്ച്, സഹോദര ഭാര്യനെ കൊണ്ട്, അങ്ങനെ ഒത്തിരി പേരാ സിസ്റ്റേഴ്സിനെയൊക്കെ ഇവിടെ. അപ്പം ഞാൻ കൂടുതലും മഠങ്ങളും പള്ളികളും ഒക്കെ ആയിട്ടാണ് കൂടുതൽ കണക്ഷൻ. എനിക്ക് അങ്ങനെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം പേടിയാണ്. ഒരാളെ കൂടെ ഏറ്റവും അവസാനം അവിടുത്തെ ഒരു വഴക്കും കേട്ടായിരിക്കും ഞാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈശോനോട് പറഞ്ഞു, ഈശോ ഞാൻ നിൻ്റെ കൂടെ, നിനക്ക് എനിക്ക് പറ്റണം, അതായത് ദൈവത്തിൻ്റെ കൂടെ കിടക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ നിന്നോളാം. പിന്നെ പത്രങ്ങൾ ആഴ്ചയിൽ ഞാനിവിടെ വന്നിട്ട് എടുത്ത് 4-5 കെട്ടുകളൊക്കെ കൊണ്ടുപോകും. ആഴ്ചയിൽ എന്ന് പറഞ്ഞാൽ 3 ദിവസമൊക്കെ ഇവിടെ വരും. ഇത് എൻ്റെ വീട് പോലെ ഇപ്പം എനിക്ക്. അപ്പോൾ എൻ്റെ മോൾക്ക് തൈറോയിഡ് മുഴ, PCOD, പിന്നെ ജോലി പോയി. അപ്പം ഇച്ചിരി ഒരു അഹംഭാവം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ സിൽവറായല്ലോ. അപ്പോൾ ഇവിടെ എനിക്ക് നല്ല ഇതായല്ലോ, അച്ഛനെ എപ്പോഴും കാണാം. പക്ഷേ സിൽവറായിട്ട് പോലും ഇവിടെ വന്നിട്ട് മോളുടെ കാര്യം പറയുമ്പോൾ അവൾ ഇവിടെ ഇല്ല, അങ്ങനെ തരണുണ്ടായില്ല. അവസാനം ഞാനിവിടെ നിന്ന് അമ്മേനോട് വന്ന് കരഞ്ഞിട്ട് എൻ്റെ മോൾക്ക് ജോലി പോയപ്പോൾ, അതായത് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ സമയത്താണ് വീട് പോയി, ജോലി പോയി. അപ്പം ഞാൻ രാത്രിയും പകലും ഒക്കെ അച്ഛൻ്റെ ടോക്കാണ് ഇട്ട് കേട്ടുകൊണ്ടിരിക്കണം. വീട്ടിൽ തന്നെ പ്രാർത്ഥനയായിട്ടാണ്. രാവിലെ 5 മണിക്ക് എൻ്റെ അഭയമാതാ ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴത്തെ അച്ഛൻ ആരാധന എഴുന്നള്ളിച്ച് വെക്കും. അത് കഴിഞ്ഞ് ജപമാല, കുർബാന, ഇത് മൊത്തം കൂടി 8 മണിയാകുമ്പോഴൊക്കെ വീട്ടിൽ വരുന്നത്. അപ്പം ഞാൻ അത്രയും ഇതായിട്ട് നിന്നിട്ട് ഈശോ അപ്പോഴാണ് അച്ഛൻ്റെ ടോക്കിൽ നിത്യതയ്ക്ക് വേണ്ടി ഈശോ നമ്മൾ ഒരുക്കണേന്ന് മനസ്സിലായത്. അപ്പോഴും ഒന്നും കൂടി സന്തോഷമായി. ഈശോയെ അപ്പം നീ എന്നെ അറിയണുണ്ടല്ല, അത് മതി എനിക്കെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മക്കൾക്കൊരു സന്തോഷം കൊടുക്കണം ഈശോയെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മോൾക്ക് വേണ്ടി ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നു 7-ാം മാസത്തിൽ. അപ്പോൾ ടോക്കൺ തന്നു. ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ അച്ഛനോടും ഒന്നും പറയണില്ല. അല്ലെങ്കിൽ അച്ഛനെ എന്തെങ്കിലും ഇങ്ങനെ തട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. അപ്പോൾ PR-നാണ് ആദ്യം വന്നത്. അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ PR കിട്ടിയ കടം വീടുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് മോളെ മാതാവിനെ കൊണ്ട് മുട്ടിച്ചൊക്കെ കാണിച്ചിട്ട് വെച്ച് നിന്നോട് ആരാ പറഞ്ഞ PR കിട്ടിയ ലോൺ കടം വീടുമെന്നു പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് നടക്കില്ല എന്ന്. പക്ഷേ അച്ഛൻ ഡേറ്റ് ഇട്ട്, ഞാൻ അച്ഛൻ എൻ്റെ തലക്കുടിച്ച് പ്രാർത്ഥിക്കും, ഡേറ്റ് ഇട്ടേച്ച് 17-ാം തീയതി ഡിസംബർ 22. അന്ന് രാത്രി, നമ്മുടെ രാത്രി അവളുടെ ഉച്ചയാണ്, എൻ്റെ മോള് വിളിച്ചിട്ട് പറഞ്ഞു മമ്മി എന്ന് പറഞ്ഞാൽ ആദ്യം പറ്റിക്കാനാണ് നോക്കിയത്. അപ്പോൾ ഞാൻ എന്താ വെച്ചേ എന്ന് ചോദിച്ചു. നല്ല ഉറക്കത്തില്ല. പറഞ്ഞു മമ്മി എനിക്ക് ഇത് PR കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വലിയ ഇതാകാനുള്ള, ഞാൻ സാവധാനം പോലെയൊക്കെ നിന്ന്. ഇപ്പം എന്താ മമ്മി ഞെട്ടാത്തതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മനോട് 17 ഡേറ്റ് പറഞ്ഞേച്ചി, അപ്പോൾ അത് കിട്ടുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പിന്നെ ജോലിയിൽ സാലറി ഇല്ല, ഈ ജോലി പോയി. അപ്പം എനിക്ക് പേടിയായി തുടങ്ങി. മാതാവേ എന്നെ ശരിക്കും പിടിച്ചിങ്ങനെ ഇതാക്കണേണ. ഞാൻ പക്ഷേ വിടൂല്ല, എൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ആയിരിക്കും. എന്നും എൻ്റെ മക്കളുടെ ഉള്ളിലൊരു തിരിശേഷിപ്പായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കണം. അതുകൊണ്ട് ഒരു തെറ്റിലും പോകാതെ പ്രാർത്ഥന മാത്രമായിട്ടാണ് ജീവിക്കണത്. ഒത്തിരി സഹനങ്ങളുണ്ട്. എൻ്റെ ഭർത്താവിന് ആക്സിഡൻറ്റ് കഴിഞ്ഞെങ്കിലും പുള്ളി പിന്നെയും ഒരു കുടിയും കാര്യങ്ങളായിട്ട് പോകുമ്പോൾ അതൊക്കെ കാണേണ്ടി വരുമ്പോഴേക്കാം. പക്ഷേ ഈശോനോട് ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞോല്ലേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഞാൻ പറഞ്ഞോളാം ഈശോയെ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് പ്രിയപ്പെട്ട മോനാ നീ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, അമ്മ പെണ്ണു അതെല്ലാം തന്നു. അപ്പം എനിക്ക് ഞാൻ അവന് വേണ്ടിയൊന്നുമല്ല, ഞാൻ എൻ്റെ മോളുണ്ടല്ല അവൾക്കൊരു സ്വസ്ഥമായിട്ട് സമാധാനം എന്ന് വെച്ചാൽ ഇത് കുഞ്ഞിലേ തുടങ്ങി അവൾക്ക് ഓരോ പ്രശ്നങ്ങളും രോഗങ്ങളും ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അച്ഛനെ ഒന്ന് കണ്ടപ്പോൾ അച്ഛൻ, ഞാനും പറഞ്ഞില്ല അച്ഛൻ ജോലിയില്ല, റിജക്ഷൻ പേപ്പർ കാണിച്ച് അച്ഛൻ അതൊക്കെ കൊണ്ട് അവിടെ പ്രാർത്ഥിച്ച്. അപ്പോഴും ഞാൻ ഓർത്ത് മാതാവ് റിജക്റ്റ് ആയതാണ്, ജോലിക്ക് വേണമെന്ന് ഞാൻ പറയണമില്ല. പക്ഷെ അമ്മക്ക്, കാരണം ഈ അച്ഛൻ അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയും കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നടന്നേക്കണം. അപ്പം ഈ ജപമാലക്ക് വരുമ്പോഴും അതെ 4:45 ഞാൻ ഫ്രണ്ടിൽ ഞാനും എൻ്റെ കെട്ടിയാനും കൂടി ഓടി വരുമ്പോൾ നല്ല തിരക്കാണ്.
പക്ഷെ അച്ഛൻ വന്ന് അമ്മനെ തുടർന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. പക്ഷെ അതൊക്കെ മറന്നു. അച്ഛൻ നീര് വന്നിങ്ങനെ ഇരിക്കണ കണ്ടിട്ട് സങ്കടം തോന്നി. ഇങ്ങനെ നമ്മൾ പിന്നെയും പിന്നെ, പക്ഷെ ഞങ്ങൾക്കൊക്കെ അച്ഛൻ തൊടണമല്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ അച്ഛനെ ആയുസ് തന്നേക്കണേ, ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളൊക്കെ കാണാം, ഈ അച്ഛനിവിടെ വേണം. അന്ന് ഞങ്ങൾ 5 മണിക്ക് ജപമാല റാലി അത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ആ ബുക്ക് ഞാൻ 22 മാർച്ചിൽ വന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ഒരു ഇതിനോട് പറഞ്ഞ് അച്ഛൻ്റെ സൈൻ വേണം. അപ്പോൾ എന്തിനാ ചേച്ചിന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മക്കൾക്ക് ഇതൊരു തിരിശേഷിപ്പ്, ഇങ്ങനെ ഒരു അച്ഛൻ ഈ ഭൂമിയിലുണ്ട്, ജീവിച്ചിരിക്കുക വിശുദ്ധനായ അച്ഛൻ, അത് കൊച്ചുമക്കളെ കാണിക്കാനായിട്ട് ഞാൻ കാത്തു വെച്ചേക്കണേണ്. ആർക്കും അരികിൽ വന്നിരുന്ന് വായിക്കാം, കൊടുത്തു വിടൂല. ഇപ്പോഴും ഞാൻ എൻ്റെ ആൾത്താര പോലെയുള്ള ആ ടേബിളിൽ വെച്ചേക്കണേണ്. പിന്നെ അപ്പം അച്ഛനോട് ഇത് പറഞ്ഞെങ്കിൽ അച്ഛൻ ഒരു കാശ് രൂപ സ്ക്വയർ പോലത്തെ ഒരു കാശ് രൂപ എടുത്തു തന്നു. പിന്നെ ഈ പേപ്പറൊക്കെ കൊണ്ടേ മുട്ടിച്ച്, എന്നിട്ടൊന്നും പറഞ്ഞില്ല. വിശ്വാസപ്രമാണം ഞാൻ കരഞ്ഞുകൊണ്ടാണ് ചെല്ലിയത്. ഞാൻ അവിടെ നിന്ന് അമ്മനോട് പറഞ്ഞു, അമ്മ അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷേ എൻ്റെ മോക്കൊരാശ്വാസം കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഈ കാശ് രൂപ എങ്ങനെ എൻ്റെ മോളുടെ അടുത്ത് എത്തിക്കും എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചു ചോദിച്ചു, അച്ഛനെ കണ്ട? എപ്പോൾ കണ്ടാലും അവൾ ചോദിക്കും, അച്ഛനെ കണ്ടാന്ന് ചോദിക്കേ. അപ്പം ഞാൻ വേഗം പറഞ്ഞ്, മോനെ അച്ഛനെ കണ്ട്, പക്ഷെ അച്ഛനൊന്നും മിണ്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മനോടെല്ലാം പറഞ്ഞു, എൻ്റെ ഫോട്ടോയൊക്കെ മുട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, മമ്മി എൻ്റെ ഫ്രണ്ട് വന്നുണ്ട് കളമശ്ശേരിയിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട വെച്ചേ, അച്ഛനൊരു കാശ് രൂപം തന്നിട്ടുണ്ട്, അതിന് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ പണ്ടൊക്കെ മാസത്തിൽ നമുക്ക് ഈ തൈലം കിട്ടും.